റാബിറ്റ് ഫാം സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവരിവിടെ മുക്താസാർ, ജാൻസി മേഡം, പിന്നെ നൗഫൽ, സുരേഷ് ഇവരൊക്കെ ഇവിടെ ഇൻസ്പെക്ഷനിക്ക് വന്നിട്ടാണ്. പിന്നെ കൂടുതൽ കുറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്നാലും കൂട് കുറച്ച് പുതിയതായി ഉണ്ടാക്കിയ കൂട് കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ്. പിന്നെ ഓരോ കള്ളിയിലും ഈ 2 പേരെ വേണം ഇടാൻ. ഇത് കൂടുതൽ കുട്ടികളുണ്ട്. പിന്നെ തറ മണ്ണാണ്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. പിന്നെ 2 യൂണിറ്റ് മുതലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഡിസംബർ 17-ാം തീയതിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 75ഓളം കുട്ടികളായിട്ടുണ്ട്. പിന്നെ ഇത് ഭർത്താവിൻ്റെ സഹോദരൻ മോനാണ്. ഇവനാണ് മരുന്നൊക്കെ കൊടുക്കുന്നത്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാനാണ് മരുന്നൊക്കെ കൊടുക്കാറ്. ഡെയിലി ഓരോ ദിവസം ഓരോ മരുന്നാണ് കൊടുക്കാറ്. അതിന് ഞാൻ സഹായിക്കും. റാബിറ്റ് ഫാം സ്കൂൾ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വെളിയങ്കോട് സ്ഥലത്തിൻ്റെ പേര് വെളിയങ്കോടുള്ള ഫാത്തിമ എന്നവരുടെ ഫാമിലാണ്. ഇവർ 2 സഹോദരിമാരാണ് ഒരുമിച്ച് ഇത് ഫാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 യൂണിറ്റ് മുതലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പുസ്തകവും സീഡൊക്കെ വാങ്ങിച്ച് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് ഏകദേശം അതേ രീതിയിലാണ് കാര്യങ്ങളിവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. പിന്നെ ഷെഡ് വളരെ ലളിതമായ രീതിയിൽ, അതായത് കൂടുതൽ എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിലാണ് ഷെഡ് ചെയ്തിട്ടുള്ളത്. ഷെഡിൻ്റെ ഹൈറ്റ് കറക്റ്റാണ്. ചുമരിൻ്റെ ഹൈറ്റുകളൊക്കെ വളരെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ ഉണ്ടാക്കിയൊരു കൂടാണ്. ഇതിൽ ചെറിയ ഫോൾട്ട് മാത്രമുള്ളത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ്. കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇത്ര ഹൈറ്റ് വരുമ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് പുല്ലിട്ട് കൊടുത്താൽ ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് പുല്ലെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇനി അടുത്ത കൂടുണ്ടാക്കുമ്പോൾ അത് അവർ ശ്രദ്ധിച്ച് ചെയ്താൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ ഇത് അവരെ യൂണിറ്റിലെ കുട്ടികളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂട് കുറച്ച് എണ്ണം കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളിവിടെ കൂടുതലാണ് കിടക്കുന്നത്. ശരിക്കും നമുക്കൊരു 3 കുഞ്ഞുങ്ങൾ വരെയാണ് ഒരു കേജിൽ ഏറ്റവും നല്ലത്. കാരണം കൂടുതൽ വളർച്ച കിട്ടാനും കൂടുതൽ ഭക്ഷണം അവർക്ക് കറക്റ്റായി കിട്ടാനും ഒക്കെ 3 കുഞ്ഞുങ്ങളാക്കി നമ്മളിത് തരം തിരിച്ചിടണം. അപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ കറക്റ്റായിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ ഉള്ള രീതിയിലാണ് നമ്മൾ ഷെഡ് ചെയ്യേണ്ടതും മുയലുകളെ വളർത്തേണ്ടതും. ഒരിക്കലും നമ്മൾ ഒരുപാട് വലിയ എക്സ്പെൻസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു മുയൽ ഫാം കൊണ്ടു നടക്കുന്നില്ല. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം നമുക്ക് ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ്, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു മുയൽ ഫാമിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുക, അതിങ്ങനെ കൂടുതൽ ചിലവാക്കുക, അതിലൊന്നും വലിയൊരു അർത്ഥമില്ലാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ, അതായത് റാബിറ്റ് ഫാം വാട്സപ്പ് ഗ്രൂപ്പിൽ തീർത്തും വളരെ പാവപ്പെട്ട കർഷകരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. അതായത് ഇതുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ. ഒരിക്കലും ജനിക്കുമ്പോൾ തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി വരുന്ന ആൾക്കാരൊന്നല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. കറക്റ്റായിട്ട് കൂലിപ്പണിക്ക് പോകുന്നവരും അതുപോലെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് തീർത്തും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു. ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ മിസ്റ്റർ സുരേഷ് ആയാലും നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ബിസിനസ് നമ്മൾ അവിടെ നിർത്തി വെച്ചിട്ടാണ് നമ്മൾ ഇതിന് മിഗ്ദാസാറിൻ്റെ കൂടെയും ജാൻസിത്താൻ്റെ കൂടെയും വന്നിട്ടുള്ളത്. ജാൻസിത്താൻ്റെയും മിഗ്ദാസാറിനും കാരണം നമുക്കറിയാം, അവർ ഇന്നത്തെ ആശാനയിൽ അവരുടെ എല്ലാ ബിസിനസ്സും അവരും ഇന്ന് നിർത്തി വെച്ചിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു ഇൻസ്പെക്ഷനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ബാക്ക് സപ്പോർട്ട് നമ്മുടെ കർഷകർക്ക് നൽകുന്നത് അത് ഈ ഒരു കാരണം കൊണ്ടാണ്. തീർത്തും നമ്മുടെ കർഷകർ വളരെ പാവപ്പെട്ട കർഷകരായതുകൊണ്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവരെ വിജയത്തിൻ്റെ പാതയിലേക്ക് 2 കൈ പിടിച്ച് നമ്മൾ കൊണ്ടുപോവുക, അവരെ നല്ലൊരു ഉന്നതിയിൽ എത്തിക്കുക. ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രവർത്തിക്കുന്നത്. പിന്നെ തനിക്ക് കിട്ടിയ എല്ലാ പട്ടങ്ങളും തൻ്റെ കിരീടവും എല്ലാം അഴിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ മിഗ്ദാദ് ഭായ് നമ്മുടെ കൂടെ ഈ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കൂടി ഒരു വളരെ സാധാരണക്കാരായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരു കർഷകനായിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മുയൽ കൃഷിയിലെ അലോക് സാഗറാണ് നമ്മുടെ മിഗ്ദാദ് ഭായ് എന്ന് നമ്മൾ പറയാൻ കാരണം. അദ്ദേഹത്തെ ആ രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ പദവികളും അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് വളരെ സിമ്പിളായിക്കൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ അദ്ദേഹം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൂടെ വളരണമെന്നും അദ്ദേഹത്തിന്റെ ആ ഒരു ഗുണങ്ങൾ നമുക്കൂടി പകർന്നു തന്നുകൊണ്ടിരിക്കണം അദ്ദേഹം. അപ്പോൾ നമ്മൾ ഒരു വെളിച്ചം അത് നമ്മൾ ദൂരെ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുക. അവിടെ ചെന്നിട്ട് ആ പ്രകാശത്തിന്റെ ഉത്ഭവം നമ്മൾ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെയാണ് നമ്മൾ ഒരിക്കലും ആശാനയോട് ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയുകയോ അതിന്റെ പോരായ്മകൾ നമ്മൾ ദൂരെ നിന്ന് വിളിച്ചു പറയല്ലേ വേണ്ടത്. നമ്മൾ ആശാനയിലേക്ക് നേരിട്ട് വന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുക, അവിടുത്തെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ഫാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക.
അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാമിംഗ് സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. അതുപോലെ ഇതിന് ഒരു ഒരു പേരുണ്ട്. ഇത് മിക്സഡ് ആണ്. നമ്മൾക്ക് അല്ല ഈ എല്ലാ മോലുകളും കളർ നോക്കാം ഒക്കെ മിക്സഡ് ആയിട്ടുള്ള നമുക്ക് തരും. അത് ചിലപ്പോൾ ഇവർ നിങ്ങൾ ഈ ഒരു ടൈപ്പില് ഇപ്പൊ 2 മോയിലും നിങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ ഇതിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ക്രോസ് മോയിലിനാണ് ആശയം നമുക്ക് തരുന്നത്. കാരണം എന്താ പറയാ ആ മോയിൽ സങ്കര ഇനം എന്ന് പറയും. അതാണ് നമുക്ക് കൂടുതൽ പ്രതിരോധ ശേഷി ഉണ്ടാവുക. മറ്റേന്ന് പറയാം മോയിൽ നല്ല വലുപ്പം ഉണ്ടാവും, പക്ഷെ ഒരിക്കലും നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവർക്ക് നിങ്ങൾ 100 ഗ്രാമല്ലേ തീറ്റ കൊടുക്കുന്നത്. വലിയ മോയിലാവുമ്പോൾ അതായത് നല്ല സൈസൊക്കെ ഉള്ള മോയിലുകളാവുമ്പോൾ അപ്പോൾ നമ്മൾ അവർക്ക് 200 ഗ്രാം തീറ്റ കൊടുക്കണം. അപ്പോൾ നമുക്ക് 100 ഗ്രാം അവിടെ ഒരു ദിവസം ലോസ് വരാണ്. പക്ഷെ ഇവർ പ്രസവിച്ച് കുട്ടികളുണ്ടാവുന്നത് ഈ ഒരു 5-6 കുട്ടികൾ അല്ലെങ്കിൽ 8 കുട്ടികൾ തന്നെ അതിലും ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന്റെ ഒറിജിനൽ ബ്രീഡ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇവർ ഹീറ്റ് ആവാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കുട്ടികളെ മാറ്റി കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്രോസ് ചെയ്യിപ്പിക്കാം. പക്ഷേ ആ വലിയ ടൈപ്പ് മോയിലുകൾ അത് 1 മാസത്തിന് മുകളിലൊക്കെ എടുക്കും ഹീറ്റ് ആവണമെങ്കിൽ. അപ്പോൾ നമുക്ക് അത്രയും ടൈം അവിടെ നഷ്ടപ്പെടുകയാണ്. ഫുഡ് കൊടുക്കുന്നത് ഇറച്ചി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആശയിൽ നിന്ന് ഇതുപോലുള്ള മീഡിയം സൈസ് മോയിലുകളാണ് നമുക്ക് തരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ പുസ്തകം സീഡൊക്കെ നിങ്ങൾ കറക്റ്റ് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ ആർക്കും പ്രശ്നങ്ങളും കംപ്ലൈന്റും അങ്ങനെ ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന വോയിസുകളും കാര്യങ്ങളും കറക്റ്റ് കേൾക്കുക. അതിൽ വരുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും, അത് കേൾക്കുക. അപ്പോൾ പിന്നെ വേറെ കൂടുതൽ സംശയത്തിനൊന്നും ഇട വരില്ല. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടാവും.